നമ്മളിപ്പോൾ ദൃശ്യം 3 കാണാൻ വന്നിട്ടുണ്ട്. എന്താണ് എന്നുള്ള അഭിപ്രായം അകത്ത് കയറിയിട്ട് കണ്ടിട്ട് പറയാം. ദൃശ്യം 3 കണ്ടിറങ്ങി. അപ്പോൾ മോഹൻലാൽ എന്ന നടൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. ഞാനിതിൽ മൂവിയുടെ സ്റ്റോറിയോ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം മൂവി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്താ പറയുക, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള മൂവിയൊന്നുമല്ല, പക്ഷെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ എന്താ പറയുക, മോഹൻലാലിൻ്റെ പ്രകടനം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് ബാക്കി ആരും അങ്ങനെ കത്തിയിപ്പില്ല. കാരണം അതിൽ മോഹൻലാൽ തന്നെയാണ് കത്തിക്കുന്നത്. എന്താ പറയുക, പല സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ഫസ്റ്റ് ഹാഫ് വരെയും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടും നമുക്കൊരു മോഹൻലാലിൻ്റെ ക്യാരക്ടർ നമുക്ക് ഒന്നും ഒരു പിടുത്തവും തരില്ല. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും. അത് കഴിഞ്ഞിട്ട് ടോട്ടലി ചേഞ്ചസ്. എന്താ പറയുക, എനിക്കൊരു ലൂസിഫറിലേക്ക് ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. സൗണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ. പണ്ടത്തെ മോഹൻലാൽ നമുക്കറിയാം, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്നും ആവശ്യമില്ല. അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ആ നോട്ടത്തിലും ആ ഭാവത്തിലും ആ പറച്ചെല്ലാം ഉണ്ട്. എന്ത് പച്ചക്ക് കത്തിക്കുമെന്ന്. അതെ, എന്താ പറയുക, സ്വന്തം കുടുംബത്തെ തന്നെയാണ് ഇതിലും ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതിപ്പോൾ കുറച്ചധികം ചെയ്യും. അതാണ് ദൃശ്യം 3. പോയി കാണാൻ എന്തായാലും നഷ്ടം വരില്ല.